യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത്ത്, സ്വർഗത്തിന്റെ അവകാശികളെ ഇനി നിങ്ങൾ സ്വർഗത്തിൽ നിത്യവാസികളാണ്, നിങ്ങൾക്ക് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. നാളെ പരലോകത്ത് അള്ളാഹു മരണത്തെ ഒരാടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരും. എന്നിട്ട് നാളെ പരലോകത്ത് വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയും, യാ അഹ്ലൽ ജന്ന ഹൽ തഅരിഫൂന ഹാദാ, സ്വർഗത്തിൻ്റെ അവകാശികളെ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയും. അപ്പോൾ സ്വർഗത്തിൻ്റെ ആളുകൾ പറയും, ഞങ്ങൾക്ക് ഇതെന്താണെന്നറിയാം, ഇതാണ് മരണം. ആ വിളിച്ചു പറയുന്ന ആൾ രണ്ടാമതും ചോദിക്കും, വയാ അഹ്ലന്നാർ, നരകത്തിൻ്റെ അവകാശികളെ ഹൽ തഅരിഫൂന ഹാദാ, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ അവരും പറയും, നഅം ഹാദൽ മൗത്ത്, ഇതാണ് മരണം എന്നവർ പറയും. എന്നിട്ട് അത് അവരുടെ മുമ്പിൽ വെച്ച് ആ ആടിനെ അറുത്ത് കളയും. പിന്നീട് മരണം അവിടെ അവസാനിക്കുകയാണ്. എന്നിട്ട് ആ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയാണ്, യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫലാ മൗത്ത്, സ്വർഗത്തിൻ്റെ അവകാശികളെ ഇനി നിങ്ങൾ സ്വർഗത്തിൽ നിത്യവാസികളാണ്, നിങ്ങൾക്കിനി മരണമില്ല. വയാ അഹ്ലന്നാർ ഖുലൂദുൻ ഫലാ മൗത്ത്, നരകത്തിൻ്റെ അവകാശികളെ നിങ്ങളും നരകത്തിൽ നിത്യവാസികളാണ്, നിങ്ങൾക്കും മരണമില്ല. മരണമില്ലാത്ത അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി നാം പ്രവർത്തിക്കണം. അള്ളാഹു അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.